ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ച് നേരം ഹിന്ദി പഠിക്കാം. അപ്പം നാളെയാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇഷ്ടം പോലെ കാര്യങ്ങൾ പഠിച്ചു തീർക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രശ്നക്കാരനായിട്ടുള്ള ഒരാളാണ് പോസ്റ്റർ എന്ന് പറയുന്നത്. ഏത് പോസ്റ്റർ വേണമെങ്കിലും മക്കൾക്ക് ചോദിക്കാം. നാളെ എന്തായാലും ഒരു പോസ്റ്റർ ഉറപ്പാണ്. അതിൽ ഏത് പോസ്റ്റർ വേണമെങ്കിലും ഏത് വിഷയത്തിൽ വേണമെങ്കിലും നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 വിഷയത്തിനെ കുറിച്ചിട്ടാണ് പഠിച്ചിരിക്കേണ്ടത്. ആ ഒരു വിഷയത്തിനെ കുറിച്ചുള്ള പോസ്റ്റർ നമുക്ക് പരിചയപ്പെടാം. അപ്പം എന്തായാലും പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അഥവാ അറിയാത്ത എന്തെങ്കിലും വന്നാലും എങ്ങനെ എഴുതി ഒപ്പിക്കാം എന്ന് മിസ് പറഞ്ഞു തരാം. നോക്കിക്കോളാം പോസ്റ്റർ അല്ലേ. ഇവിടെ ആദ്യം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, കിസാൻ ഹമാര അന്നദാത. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ധർത്തി ഹേ ഉസ് കിസാൻ കെ എന്ന് പറയുന്ന നമ്മുടെ കർഷകനെ കുറിച്ച് പഠിച്ച ഒരു പാഠമുണ്ട് അല്ലെ, ഒരു കവിതയുണ്ട്. ആ കവിതയുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. കർഷകർ എന്ന് പറയുന്നത്, കൃഷിക്കാരൻ എന്ന് പറയുന്നത് എന്താണ്? ഫാമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ അന്നദാതയാണ്. നമുക്ക് ഫുഡ് തരുന്ന ആളാണ്, അന്നദാതയാണ് എന്ന് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. ഈ വിഷയത്തിൽ കയറി എൻ്റെ മക്കൾ പിടിക്കണം. ഓക്കെ, ആ വിഷയം ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് ഇസ് ആശയ പർ പോസ്റ്റർ തയ്യാർ കറി, ഈ ആശയത്തിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കാം എങ്ങനെ നമുക്കൊരു പോസ്റ്റർ തയ്യാറാക്കാം എന്നാണ് മിസ് പറയാൻ പോകുന്നത്. ആദ്യം ഒരു ബോക്സ് ഒക്കെ വരയ്ക്കണം. പോസ്റ്റർ ആണ്, ബോക്സ് എന്തായാലും നിർബന്ധമായിട്ടും വരച്ചിട്ടുണ്ടാവണം. പിന്നെ നിങ്ങൾക്ക് തന്ന ഒരു വിഷയം ഉണ്ടാവല്ലോ, ആ വിഷയം ചക്ക വലുപ്പത്തിൽ എഴുതി വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. ഒന്നും അറിയില്ലെങ്കിലും ഒരു ബോക്സ് വരച്ച് ആ ഒരു കാര്യം ചക്ക വലുപ്പത്തിൽ എഴുതി വെച്ചാൽ തന്നെ കുറച്ച് മാർക്ക് എന്തിൽ കിട്ടും? നമ്മുടെ പോസ്റ്ററിൽ കിട്ടും. ഇനി ഇത്ര എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടുമോ? ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് പോയിന്റ്സ് കർഷകരെ കുറിച്ചിട്ട് അവിടെ എഴുതി വെക്കണം. ഇപ്പോൾ കർഷകരെ കുറിച്ച് മക്കൾക്ക് എന്തൊക്കെ അറിയാവോ അതൊക്കെ എന്ത് ചെയ്യണം? കുറച്ച് പോയിന്റ്സ് ആയിട്ട് എഴുതി വെക്കണം. ഒരു 3 പോയിന്റെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇവിടെ മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 3 പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. കിസാൻ നെഹി തോ അന്ന നെഹി. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതിയാലും മതി. എന്തായാലും നമുക്ക് അറിയുന്ന കുറച്ച് വിഷയമായിരിക്കും. ഒന്നില്ലെങ്കിൽ പ്രകൃതി, അല്ലെങ്കിൽ ജലം എന്തായിരിക്കും, അല്ലെങ്കിൽ പര്യാവരൺ എൻവയോൺമെന്റ് പരിസ്ഥിതിനെ കുറിച്ചിട്ടായിരിക്കും വരിക, അല്ലെങ്കിൽ കിസാൻ കൃഷിക്കാരൻ എന്നുള്ള വിഷയത്തിലൊക്കെയാണ് സാധാരണ ചോദിക്കാറ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വേണം എന്ത് ചെയ്യാൻ എൻ്റെ മക്കൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിക്കേ, കിസാൻ നഹി തോ അന്ന നഹി. കിസാൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കർഷകരാണ്. കർഷകരില്ലെങ്കിൽ എന്തില്ല? അന്നമില്ല എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, കർഷകരില്ലെങ്കിൽ ഭക്ഷണവും ഇല്ല. കിസാൻ ദേശ് കി റീഡ് ഹേ. നമ്മുടെ കിസാൻ എന്ന് പറയുന്നത്, കർഷകൻ എന്ന് പറയുന്നത് ദേശത്തിന്റെ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? നട്ടെല്ലാണ്. ഇത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള പോയിന്റ് ആണ് അല്ലേ. റീഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ നട്ടെല്ലാണ് എന്നുള്ള അർത്ഥമാണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ എല്ലാത്തിലും ഇട്ട് കൊടുക്കാം. ഏതാണോ എല്ലാം നമ്മുടെ നട്ടെല്ലായിരിക്കുമല്ലോ. ഇപ്പോൾ വെള്ളമാണെങ്കിൽ നമ്മുടെ പര്യാവരണമൊക്കെ ആണെങ്കിൽ എന്താണ്? നമ്മുടെ ഭൂമിയുടെ ധരത്തിയുടെ എന്താണ്? നട്ടെല്ലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതി വെക്കാം. കുഴപ്പമൊന്നുമില്ല. ഇങ്ങനൊരു ഐഡിയ കൂടെ എൻ്റെ മക്കൾ എഴുതണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയല്ല വേണ്ടത്. അറിയുന്നത് പോലെ എഴുതുന്നിടത്താണ് നമ്മുടെ കഴിവിരിക്കുന്നത്. അപ്പൊ അതേപോലെ എൻ്റെ മക്കളെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, 2ാമത്തെ പോയിന്റ് ആയി. ഇനി നോക്കാം, ജീത്ത റഹേ കിസാൻ. നമുക്ക് വിജയിക്കട്ടെ, കർഷകർ വിജയിക്കട്ടെ എന്ന് നമ്മൾ പറയില്ല, അതാണ് കേട്ടോ ജീത്ത റഹേ എന്ന് വെച്ചാൽ എന്താണ്? വിജയിക്കട്ടെ കർഷകർ എന്നുള്ളതാണ്. ഈ 3 പോയിന്റ് കർഷകരെ കുറിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ പഠിക്കണം. ഈ പോസ്റ്ററിൽ എഴുതണം. ഒരു 3 പോയിന്റെങ്കിലും എഴുതി വെക്കണം. ഇത് മാത്രം എഴുതി വെച്ചാൽ നമ്മുടെ പോസ്റ്റർ ആയോ? ഇല്ല. ഇവിടെയാണ് മെയിൻ ആള് വരുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ വരുന്നത്. അതായത് ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന എന്താണ്? ഇതൊരു ക്ലബ്ബോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കുമല്ലോ ഈ പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ആ ക്ലബിന്റെ പേര് നിർബന്ധമായിട്ട് എൻ്റെ മക്കൾ എഴുതണം. ഇനിയിപ്പോൾ അഥവാ ഒരു പോസ്റ്ററിന്റെ വിഷയത്തിനെ കുറിച്ച് മക്കൾക്ക് എഴുതാൻ അറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്താ? ഈ വിഷയവും പിന്നെ ഒരു ബോക്സും പിന്നെ ഒരു ക്ലബിന്റെ പേരും വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. മനസ്സിലായോ? അങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. കുറച്ച് പിക്ചറും വരച്ചു വെച്ചു. കർഷകൻ്റെ എന്താണ്? നമുക്ക് കൈക്കോട്ട്, അങ്ങനെ കുറച്ച് നെല്ലിൻ്റെ കതിര്, അങ്ങനെയൊക്കെ വരച്ചേക്കുക. നിങ്ങളുടെ കഴിവുകളൊക്കെ തെളിയിക്കുക. അങ്ങനെ വരച്ചും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മാർക്ക് കിട്ടും കേട്ടോ. ഒന്നും എഴുതാതിരിക്കരുത് എന്നാണ് മിസ് പറഞ്ഞു വരുന്നത്. നോക്കുക, പര്യാവരൺ ക്ലബ്ബ്, പരിസ്ഥിതി ക്ലബ്ബാണ്. ഇത് നിങ്ങൾ അങ്ങനെ പഠിച്ചു വെച്ചോളൂ. ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മുടെ പരിസ്ഥിതി ക്ലബ്ബ് തന്നെയാണ് ഒട്ടിക്കാറ് നമ്മുടെ ഹിന്ദിയിൽ കേട്ടോ. അപ്പം എന്താണ്? പര്യാവരൺ ക്ലബ്ബ്. ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ മക്കൾ എന്താണ്? ഒരു ക്ലബിൻ്റെ പേര് അങ്ങ് ഉണ്ടാക്കി എഴുതാം. ഇപ്പോൾ SSA ക്ലബ്ബ് എന്നല്ലെങ്കിൽ എന്താണ് RMA ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ക്ലബിന്റെ പേര് എഴുതി വെക്കാം കേട്ടോ. ഓക്കെ, ക്ലബ്ബ് ഇമ്പോർട്ടൻ്റ് ആണ്, ലാസ്റ്റ് അത് എഴുതി വെക്കാം. ഓക്കെ, കിസാനെ കുറിച്ച് ഒരു പോസ്റ്റർ വന്ന് എൻ്റെ മക്കൾ സൂപ്പറായിട്ട് എഴുതും. ഇനി കഴിഞ്ഞ വർഷത്തെ ഓണം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എൻ്റെ മക്കൾ ശ്രദ്ധിച്ചു കണ്ടോളൂ. നോക്കിക്കേ, സാഫ് സഫായി ഹമാര ദായിത്വ ഹേ. നമ്മുടെ വിഷയം എന്താണ്? സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ്. ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മുടെ ദായിത്വമാണ്. ദായിത്വം മീൻസ് എന്താണ്? നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്, ഉത്തരവാദിത്വമാണ്. ഉത്തരവാദിത്വം, ദായിത്വം. നോക്കണേ, ഉത്തരവാദിത്വം, ദായിത്വം എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. ഈ ആശയ പർ പോസ്റ്റർ തയ്യാർ കറി. ഇത് നമ്മുടെ 2024 ഓണം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാ കേട്ടോ. അപ്പം ഇതെന്തായാലും പഠിച്ചു വെച്ചോളാം. ചിലപ്പോൾ
ഇതേ ക്വസ്റ്റ്യൻ വീണ്ടും ചോദിക്കുവരും. അപ്പൊ എന്ത് ചെയ്യാ, ഇങ്ങനെയാണ് നമ്മുടെ പോസ്റ്റർ എഴുതേണ്ടത്. മിസ് പറഞ്ഞതുപോലെ ആദ്യം ഒരു ബോക്സ് വരച്ചു വെക്കുന്നു മക്കള്. ആ വിഷയം, കിട്ടിയ വിഷയം ചക്ക വലുപ്പത്തിൽ എഴുതി വെക്കുന്നു. നോക്കിക്കേ, സാഫ് സഫായി മേ എന്താണ്, സാഫ് സഫായി ഹമാരാ ദായിത്വ ഹേ, അതെന്ത് ചെയ്യാ, ചക്ക വലുപ്പത്തിൽ എഴുതി വെക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അതായത് ക്ലീനിങ്ങിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ അറിയാവോ അതൊക്കെ എന്താണ് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഇപ്പൊ സാഫ് സഫായി മേ അവൽഗാവ് എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്ന് മക്കൾ ക്ലീനിങ്ങിനെ കുറിച്ച് കുറച്ചെങ്കിലും എന്തെങ്കിലും പഠിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മ ഉണ്ടാവില്ലേ, അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് എഴുതാം. ഇപ്പൊ പ്ലാസ്റ്റിക് പ്രതിബന്ധിത് ഹേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ, പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ട്, നിരോധിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, എഴുതാം. എന്തെങ്കിലുമൊക്കെ എഴുതി ഒപ്പിക്കണം. ഇനി ഇത് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ പെർഫെക്റ്റ് ഓക്കെയാണ്. എൻ്റെ മക്കൾ നോക്കിക്കോളാം. പ്രദൂഷൺ ഹട്ടാവോ പ്രകൃതി ബച്ചാവോ. പ്രദൂഷണം എന്ന് വെച്ചാൽ എന്താണ്, മലിനീകരണമാണ് കേട്ടോ. മലിനീകരണം ഹട്ടാവോ ഇല്ലാതാക്കൂ, പ്രകൃതി ബച്ചാവോ പ്രകൃതിയെ രക്ഷിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പാനി സ്വച്ഛ് രക്കോ. പാനി എന്ന് വെച്ചാൽ എന്താണ്, വെള്ളമാണ് അല്ലേ, വെള്ളം. സ്വച്ഛ് എന്ന് വെച്ചാൽ എന്താണ്, ശുദ്ധമായി അല്ലേ, ശുദ്ധമായി വെക്കൂ എന്ന് പറയാണ്, ശുദ്ധമായി സൂക്ഷിക്കൂ എന്നുള്ള അർത്ഥമാണ്. ഇനി അടുത്ത എന്താണ്, കച്ചറ. കച്ചറ എന്താണ് നമ്മൾ പഠിച്ചതാണ്, കച്ചറ എന്താണ്, വേസ്റ്റ് ആണ് അല്ലേ, ട്രാഷ് ആണ് അല്ലേ. അപ്പൊ കച്ചറെ കേവൽ കൂടേദാൻ മേ ഡാലേ. കച്ചറെ, നമ്മുടെ കച്ചറ വേസ്റ്റുകൾ എന്ന് പറയുന്നത് കേവലം കൂടേദാൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഡസ്റ്റ്ബിൻ ആയിരുന്നു അല്ലേ, ഡസ്റ്റ്ബിന്നിൽ മാത്രം എന്ത് ചെയ്യാനാണ്, ഡാലേ ഇടൂ എന്ന് പറയാണ് അല്ലേ. നമ്മൾ പഠിച്ചത് കേവലം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അതിൽ മാത്രം എന്ന് പറയാൻ പറ്റാ. കേവലം എന്തിൽ മാത്രം, നമ്മുടെ ഈ ഒരു ഡസ്റ്റ്ബിന്നിൽ മാത്രം ഇടൂ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അതും എൻ്റെ മക്കൾക്ക് അറിയാം. ഇതൊക്കെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന വാക്കുകളാണ് അല്ലേ. സബ് മിൽക്കർ സഫായി കരേ, ഇത് എല്ലാത്തിലും എഴുതി വെക്കുക അല്ലേ. സബ് മിൽക്കർ എല്ലാവരും, മിൽക്കർ ചേർന്ന് അല്ലേ, മിൽക്കർ വെച്ചെന്നാണ് ചേർന്ന്. സഫായി കരേ എന്ന് വെച്ചാൽ എന്താണ്, വൃത്തിയാക്കൂ എന്നുള്ള അർത്ഥമാണ്, വൃത്തിയാക്കൂ. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, സഫായി ക്ലീനിങ്ങിനെ കുറിച്ചിട്ട് ഒരു പോസ്റ്റർ എഴുതാൻ വേണ്ടി പറഞ്ഞാൽ എഴുതേണ്ട കാര്യം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറന്നു പോകാൻ പാടില്ലാത്ത ആളാരാണ്, ക്ലബിൻ്റെ പേരാണ് പര്യാവരൺ ക്ലബ്ബ്. ഇതൊക്കെ ഒട്ടിക്ക് പരിസ്ഥിതി ക്ലബ്ബാണ്, എല്ലാവരുടെ മേലിൽ വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, എന്താണ് പരിസ്ഥിതി ക്ലബ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ എഴുതിക്കോളാം. ബോക്സ് വരയ്ക്കാൻ മറന്നു പോകരുത്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പ്ലാസ്റ്റിക് കവറൊക്കെ ഇങ്ങനെ വരയ്ക്കുക, അല്ലെങ്കിൽ കുറച്ച് എന്താണ് ബോട്ടിലൊക്കെ ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് ഇത് ഇങ്ങനെയൊക്കെ കാണിക്കുക, ഒരു തെറ്റൊക്കെ ഇട്ട് വെക്കുക. അങ്ങനെയൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ എന്തായി, നമ്മുടെ ഒരു പ്രകൃതിനെ സംരക്ഷിക്കാനുള്ള ഒരു സംഭവമായില്ലേ, പിക്ചറും വരച്ചു വെച്ചിട്ട് പോയിക്കോളാം. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോസ്റ്ററുകൾ എന്ന് പറയുന്നത്. ഇത് രണ്ടും എൻ്റെ മക്കൾ പഠിക്കണം, നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകണം. ചിലപ്പോൾ നാളെ ഇതിൽ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. ഇനിയിപ്പോൾ അഥവാ പോസ്റ്ററിൻ്റെ ഇതിലുമായി ബന്ധപ്പെട്ട് ചോദിച്ചില്ലെങ്കിലും ഇതിൻ്റെ പോയിന്റ്സ് എഴുതിയിട്ട് മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ എന്തെങ്കിലുമൊക്കെ എഴുതാനും ഇത് സഹായിക്കും. അതുകൊണ്ട് പോയിന്റ്സ് എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിച്ചിട്ട് പോകാം. അപ്പോൾ നാളത്തെ എക്സാം സൂപ്പറായിട്ട് എൻ്റെ മക്കൾ എഴുതിക്കോളാം. ബൈ ബൈ, ഓൾ ദ ബെസ്റ്റ്.